മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഷോയിലെത്രയും സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യാണ്. കർത്താവ് തമ്പുരാൻ നമുക്കൊരു നല്ല ഒരു ദിവസവും കൂടി ഒരുക്കി തന്നിരിക്കുകയാണ്. ഈ ഒരു ദിവസം കർത്താവ് തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഫലദായകമായിട്ടുള്ള ഒരു ദിവസമാക്കി മാറ്റാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഒരിക്കലും മോശം ദിവസം നൽകുന്നില്ല. പലപ്പോഴും നമ്മളാണ് ചില ദിവസങ്ങൾ മോശമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദിവസത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. കർത്താവെ, കൂടുതൽ അങ്ങിൽ ആഴപ്പെട്ട് ജീവിക്കാനായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് അപേക്ഷിക്കാം, മാധ്യസ്ഥം അപേക്ഷിക്കാം. വചനം മാംസമാകാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ഉദരമാണല്ലോ ഉപയോഗിച്ചത്, അല്ലേ? പരിശുദ്ധ അമ്മയാണ് വചനത്തെ ആദ്യം സ്വീകരിച്ചത്. അപ്പോൾ അമ്മയുടെ വലിയ സഹായവും മാധ്യസ്ഥം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ വചനം കേട്ട് ധ്യാനിക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് നമുക്കൊരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. ഇത് അല്ല, നമ്മളൊരു നിയോഗം വെക്കുമ്പോഴാണ് ആ ഒരു കേൾവിക്ക് കൂടുതൽ ഫലം ലഭിക്കപ്പെടുന്നത്. അപ്പം ഇന്നത്തെ നിയോഗം നമ്മൾക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അതായത് ദൈവഹിതവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ കർത്താവ് ബലപ്പെടുത്തില്ല എന്ന് വിശ്വസിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ, ദൈവം പ്രവർത്തിക്കില്ല എന്ന് ചിലരൊക്കെ ഇങ്ങനെ ബലം പിടിക്കാറുണ്ട്. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, യുദ്ധം ചെയ്യും എന്നുള്ള വിശ്വാസത്തിലേക്ക് വരാൻ നമുക്ക് അവരുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഇന്നത്തെ വചനം കേൾക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം പുറപ്പാട് പുസ്തകത്തിലെ 14-ാം അധ്യായത്തിലെ 13-ഉം 14-ഉം വാക്യങ്ങളാണ്. നമ്മൾ വചനം ഇങ്ങനെയാണ് കേൾക്കുന്നത്. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകര കൃത്യം
നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാകാൻ കഴിയട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം പരിശുദ്ധാത്മാവാണല്ലോ വചനം കൂടുതൽ ആഴത്തിൽ നമ്മളെ ബലപ്പെടുത്താനായി, മനസ്സിലാക്കാനായി, ഗ്രഹിക്കാനായിട്ടൊക്കെ സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ മാധ്യസ്ഥം, സഹായം നമ്മുടെ മേലുണ്ടാകട്ടെ. അതുപോലെ തന്നെ ഈ ഒരു വചനം തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കാരണമുണ്ടായിരുന്നു. കുറച്ചധികം നാൾ മുമ്പ് ഒരു കാര്യം വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു സെൻറ്റൻസ് ഇങ്ങനെ കണ്ടിരുന്നു. 7 പ്രോമിസസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ 7 വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞ ഒരു കാര്യം. ദൈവത്തിൻ്റെ 7 വാഗ്ദാനങ്ങൾ. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും അത് കൊള്ളാമെന്ന് കരുതി ഞാൻ എഴുതി വച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഈ ദൈവത്തിൻ്റെ 7 വാഗ്ദാനങ്ങളെക്കുറിച്ചും പറയുന്നില്ല. ഇത് ഒരു പക്ഷേ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയുടെ ചിന്തയിൽ നിന്നുണ്ടായ കാര്യമായിരിക്കാം. അപ്പോൾ വായിച്ച പുസ്തകത്തിൽ ആ വ്യക്തിയുടെ ചിന്തയായിരിക്കാം. 7 ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, പ്രോമിസുകൾ. അതിൽ ഒരെണ്ണം മാത്രമാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ഒരെണ്ണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വചനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ 7 ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ 4-ാമത്തേതായിട്ട് വായിച്ചത് ഇങ്ങനെയാണ്: ഐ വിൽ ഫൈറ്റ് ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നൽകുന്ന വാഗ്ദാനമാണ്. അപ്പോൾ ദൈവം നിരവധി വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക്. അതിൽ ഇന്ന് ദൈവത്തിൻ്റെ ഒരു പ്രേരണയാൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ദൈവം നൽകിയിരിക്കുന്ന ഒരു ചിന്തയാണ് ഐ വിൽ ഫൈറ്റ് ഫോർ യു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ വചനമാണ് നമ്മൾ പുറപ്പാട് 14:14 കാണുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. വളരെ ശക്തമായിട്ടുള്ള ഒരു വചനഭാഗമാണ് പ്രിയമുള്ളവരെ ഇത്. ഐ വിൽ ഫൈറ്റ് ഫോർ യു. എന്ത് രസമാണത് കേൾക്കാൻ, അല്ലെ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിലും ശക്തമായിട്ടുള്ള വേറെ ഒരു വചനം വേണ്ട, അല്ലേ? ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യു കീപ് റെസ്റ്റ്, നീ വിശ്രമിച്ചോളുക, അല്ലെങ്കിൽ നീ സാധാരണ ഇങ്ങനെ പോകുന്നത് പോലെ പോകുക, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രിയമുള്ളവരെ, ഈ ഒരു വചനം തിരഞ്ഞെടുക്കാനും ഈ ഒരു 4-ാമത്തെ കാര്യവും തിരഞ്ഞെടുക്കാനും വേറൊരു കാരണം കൂടിയുണ്ട്. ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടാണ് ഞാൻ ചിന്തിച്ചു പോയത്. നമ്മൾ ഈയിടക്ക് ഈ ഒരു വചനം ഭയങ്കര വൈറലായ ഒരു വചനഭാഗമാണ് പുറപ്പാട് 14:14. ഐ വിൽ ഫൈറ്റ് ഫോർ യു, ഐ വിൽ ഫൈറ്റ് ഫോർ യു. അപ്പോൾ 7 ദൈവത്തിൻ്റെ പ്രോമിസുകളിൽ ഒരെണ്ണമാണ് ഐ വിൽ ഫൈറ്റ് ഫോർ യു. അപ്പോൾ ഇതിവിടെ തിരഞ്ഞെടുക്കാൻ ഈയിടക്കൊരു കാര്യം, ഒരു സംഭവം ഉണ്ടായത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഡിവോഷണൽ ചാനലുകളിലൂടെയൊക്കെ കണ്ട ഒരു വളരെ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞൊരു വചനഭാഗമാണ് പുറപ്പാട് 14:14. ഐ വിൽ ഫൈറ്റ് ഫോർ യു. അതായത് വേറെ ഒന്നുമല്ല, ഇന്ത്യ ഓസ്ട്രേലിയയും തമ്മിലുള്ള വനിതകളുടെ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിൽ ഇന്ത്യൻ വനിതകൾ വളരെ 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 വലിയൊരു യുദ്ധം ചെയ്ത് ജയിക്കുകയുണ്ടായ നമ്മളത് വാർത്ത വളരെ ശക്തമായി. ഇപ്പം അവർ ഫൈനലും കപ്പടിച്ച് ഇന്ത്യ വളരെ ഒരു സന്തോഷത്തിൻ്റെ നിറവിലാണ്. അപ്പം ആ സമയത്ത് സെമി ഫൈനലിൻ്റെ അന്ന് ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി അടിച്ച് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ഒരു ജമീമ റോഡ്രിഗസ് എന്ന് പറഞ്ഞ ഒരു കളിക്കാരിയുണ്ട്. ആ പെൺകുട്ടി തൻ്റെ പ്രഥമ ഇൻ്റർവ്യൂവിൽ പ്രൈസ് സ്വീകരിച്ചിട്ട് മാധ്യമത്തോട് പറഞ്ഞൊരു വാക്യമുണ്ട്. ഇതാണ് ആ വാക്യം:
പുറപ്പാട് 14:14. പെൺകുട്ടി പറഞ്ഞു, ഞാൻ വളരെ കാര്യമായിട്ട് ഞാൻ തളർന്നു പോയ ഒരു സമയമാണ്. ഞാൻ മാനസികമായിട്ടും എൻ്റെ ശാരീരികമായിട്ടും ഞാൻ തളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ജീസസ് ആണ് സ്ട്രെങ്തൻ ചെയ്തത്. അപ്പം അതിന് ഉപോത്ഫലകമായിട്ട് പെൺകുട്ടി കോട്ട് ചെയ്ത് പറഞ്ഞ ഒരു വാക്യമാണ് പുറപ്പാട് 14:14. ഐ വിൽ ഫൈറ്റ് ഫോർ യു. നിങ്ങൾ ഇങ്ങനെ നിന്ന് തന്നാൽ മതി. അത് വളരെ വലിയൊരു പിക്ചറൊക്കെ അതിൻ്റെ വളരെ കാർട്ടൂണൈസ് ചെയ്ത് വളരെ രസകരമായിട്ട് ഈശോ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ഒരു ചിത്രമൊക്കെ ഇറങ്ങിയായിരുന്നു. വളരെ വളരെ ടച്ചിങ് ആയിരുന്നു. അപ്പം ഇന്ന് അച്ഛൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഐ വിൽ ഫൈറ്റ് ഫോർ യു. ഈ ഒരു പെൺകുട്ടി അവളുടെ വിശ്വാസം ലോകം മുഴുവനും പ്രഖ്യാപിച്ചു. എന്താണെന്നാണ്? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം. നിങ്ങൾ തളർന്ന് ഒടിഞ്ഞ് നിങ്ങളുടെ ശരീരം സമ്മതിക്കാതെ, നിങ്ങളുടെ മനസ്സ് സമ്മതിക്കാതെ, നിങ്ങൾ വളരെ മോശകരമായ അവസ്ഥയിലൂടെ പോകുമ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കർത്താവേ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇവിടെ ഒരു കർത്താവുണ്ട് എന്നുള്ളൊരു ബോധ്യം അത് നമ്മളെ വളരെ ശക്തിപ്പെടുത്തണം. അപ്പം ഈ ഒറ്റ സെൻറ്റൻസ് നമുക്ക് ഭയങ്കര മുതൽക്കൂട്ടാണ്. ഐ വിൽ ഫൈറ്റ് ഫോർ യു. പുറപ്പാട് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. പുറപ്പാട് 14:14. നമ്മുടെ എവിടെയെങ്കിലും പുസ്തകത്തിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടും ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ നോക്കണം. ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട്. അതിന് വളരെ 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 സ്ട്രോങ് ആയിട്ടുള്ള ഒരു വചനവും കൂടി, കാരണം വചനമാണ് നമ്മുടെ ബലവേ. വചനമില്ലാത്ത പരിപാടി നമുക്കില്ല. വചനം, അതായത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിച്ച് കേൾക്കുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത്. ഒരു നീണ്ടൊരു സെൻറ്റൻസാണ്, പക്ഷെ ഭയങ്കര സ്ട്രോങ്. നിങ്ങളുടെ കർത്താവായ ദൈവമാണ് നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിങ്ങൾക്ക് വിജയം നൽകുന്നത്. ഭയങ്കര ശക്തമായിട്ടുള്ളൊരു വചനഭാഗമാണ് ഈ പുറപ്പാട് 14:14 പോലെ നിയമാവർത്തനം 20:4 കർത്താവ് കൂടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിങ്ങൾക്ക് വിജയം നൽകും. അപ്പോൾ ഓർക്കുക, പരാജയപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ഓർത്തേക്കുക. അല്ലെങ്കിൽ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ തന്നെ വിധിച്ച് നിങ്ങൾ വല്ലാതെ മോശ അവസ്ഥയിലേക്ക് കടന്നു പോയിട്ടുള്ളവരൊന്ന് ചിന്തിച്ചേക്കുക. ദർ ഈസ് വൺ ഹൂ ഫൈറ്റ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരാളുണ്ട്. നമ്മൾ അയാളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ കർത്താവ് എന്ന് വിളിക്കുന്നത്. ഈ 2 വചനങ്ങൾ തന്നെ ഭയങ്കര ശക്തമാണ്. പിന്നെ അച്ഛൻ പറഞ്ഞ ജനീമ റോഡ്രിഗസിൻ്റെ ആ ഒരു അനുഭവം, സാക്ഷ്യം, എല്ലാവരും നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ ഡിവോഷണലായിട്ടുള്ള എല്ലാവരും ഫോണിൽ സ്റ്റാറ്റസായിട്ടും ഭയങ്കര പോസ്റ്ററൊക്കെ ആയിട്ട് ഇട്ടൊരു കാര്യമാണ്. അപ്പോൾ പ്രിയമുള്ളവർ, നിങ്ങൾ ഏത് ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോയാലും, ഏത് ബുദ്ധിമുട്ടുകളിൽ കടന്നു പോയാലും, ഏത് സങ്കടങ്ങളിൽ കടന്നു പോയാലും നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്കേ ഇത് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തെന്നാണ്? അവിടെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരാളുണ്ട്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തിലേക്ക് വരുമ്പോഴേക്കും അവർ 40 വർഷത്തെ അവരുടെ യാത്രയിൽ അവർക്ക് സംരക്ഷണമായി, അവർക്ക് യുദ്ധം ചെയ്യാനായിട്ട് അവരെ മുൻപിലും പിൻപിലും മുകളിലും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എന്നാണ് വചനം നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് ഈ വചനം നിങ്ങൾ ശക്തിപ്പെടുത്തട്ടെ. പുറപ്പാട് 14:14, നിയമാവർത്തനത്തിൻ്റെ പുസ്തകത്തിൻ്റെ 20:4 നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഈ വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന്
പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഇത്രയും സ്നേഹമുള്ള ഈശോയെ, ഞങ്ങൾ ഇന്ന് കേട്ട ഈ ഒരു വചനഭാഗം ഭയങ്കര ശക്തമായിട്ടുള്ളൊരു വചനമാണ്. ഐ വിൽ ഫൈറ്റ് ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനോട് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ കൂടെ നിൽക്കുവാനായിട്ട് ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് സ്വർഗത്തിലെ എല്ലാ നിവാസികളോടും മാലാഖമാരോടും പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസപിതാവിനോടും സകല വിശുദ്ധന്മാരോടും നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥ നമ്മുടെ നാമത്തിൻ്റെ സ്വർഗീയ നാമം പേറുന്ന നമ്മുടെ മധ്യസ്ഥ, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു നമുക്ക് ചില വിശുദ്ധന്മാരോടൊക്കെ കൂടുതൽ വണക്കം തോന്നുമല്ലോ, ചിലപ്പോൾ സഹായം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ആ വിശുദ്ധന്മാരോടൊക്കെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ പദ്ധതി അനുസരിച്ച് ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ കർത്താവ് തമ്പുരാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്ക് വരാനായിട്ട് ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. സ്വർഗം ഞങ്ങൾക്ക് ശക്തിയായിട്ട് നിൽക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. ആമേൻ.
നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. സഭയോട് ചേർന്നുകൊണ്ട് നമ്മുടെ ലിയോ 14 മാർപ്പാപ്പ, തുടർന്ന് എല്ലാ കാർഡിനാൾമാർ, ബിഷപ്പുമാർ, എല്ലാ വൈദികർ, സന്യാസികൾ എല്ലാവരോടും ചൽമായരോടുകൂടി ചേർന്നുകൊണ്ട് സഭ ഒറ്റക്കെട്ടാണ് അല്ലേ? സഭ വിഘടിച്ച് നിൽക്കുന്നതല്ല, സഭ നമ്മൾ ഒന്നുചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ നമുക്കൊന്നു ചേർന്ന് ആശീർവാദം സ്വീകരിക്കുക. യേശു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. പരസ്പരം പ്രാർത്ഥനയിൽ ബലപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. മരിയം കൂടാരത്തിൽ നമുക്ക് വേണ്ടി ജപമാല സമർപ്പിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമുക്ക് നമ്മുടെ യാത്രാമധ്യയിലും നമ്മളൊക്കെ വെറുതെ ആയിരിക്കുന്ന സമയത്തും ജോലി സമയത്തുമൊക്കെ നമുക്ക് ജപമാല ചെല്ലാൻ പറ്റും. അപ്പം ജപമാലയിൽ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ട് നമ്മളുടെ പ്രഭാത വിരുന്നിലൂടെ കൂടുതൽ പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകാം. അതിന് ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു.